ഹായ്, ഇതെൻ്റെ UK വന്നിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഒഡോക്സിൻ്റെ ഒഫീഷ്യൽ റൈഡാണ്. 100 കിലോമീറ്റർ, ടോട്ടൽ 107 കിലോമീറ്ററാണ്. ചാരൻവുഡ് സ്പ്രിംഗ് 2024 ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നോട്ടിഹാം ടോർവലിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു 6 hours 7 hours ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ടെറൈൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ക്ലൈമറ്റ് ഭയങ്കര ഏകദേശം നല്ല വിൻഡിയാണ്, നല്ല തണുപ്പുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നല്ലപോലെ റൈഡ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ബൈക്ക്. സോ എൻ്റെ ഹൈബ്രിഡാണ്, ബോട്ട്മാൻ്റെ ഒരു മോഡലാണ്, പഴയ മോഡലാണ്. റൈഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. 10-15 റൈഡേഴ്സിൻ്റെ ഗ്രൂപ്പാണ് ലീവ് ചെയ്യുന്നത്. 2 ഗ്രൂപ്പുകൾ ലെഫ്റ്റായി, ഞാൻ 3ാമത്തെ ഗ്രൂപ്പിലാണ്. സോ നല്ല റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. Nice sausages. How you doing? I'm just following because I'm already first time here, you know. Yeah. This country. Oh, nice one. Yeah, I'm a regular customer. Hopefully you enjoy it today. Be nice. Not too bad. So also, enjoy your day, mate. Thank you. Same to you, dear. Right, see you for that. It's always like നല്ല വിൻഡി ക്ലൈമറ്റാണ്. ആൻഡ് ഇതുപോലെ 18 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ആവറേജ് അറൗണ്ട് 22-23 കിലോമീറ്റേഴ്സ് പെർ അവർ ഉണ്ട്. ഗ്രൂപ്പിലൊക്കെ റൈഡ് ചെയ്യുന്ന കാരണം യൂണോ പണ്ടത്തെ സ്പിരിറ്റ് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റി. സോ ഇത്ര നാൾ ഞാനിവിടെ UK തനിയാണ് റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ലൈക്ക് ഭയങ്കര ഒരു ടയർഡ്നെസ്സും മോട്ടിവേഷൻ കുറവൊക്കെയാണ്. സോ മസ്റ്റ് ഫീലിംഗ് ബെറ്റർ.
വാക്കിംഗ് ചെയ്ത് പോകുന്ന കാരണം അത്ര ഹെഡ്വിൻഡ് ഫീൽ ചെയ്യുന്നില്ല. Follow this way for 200 meters. In 110 meters go straight onto cycleway. Proper downhill. Now ahead of you. Prepare to turn left. You are back on the tour. Navigation will now continue. Taking the first break. kilometers. 38 kilometers ആയി. പ്ലേറ്റിന് വേണമെന്ന് ബിക്കോസ് ലെഗ്സ് ടയർഡായി. ലൈക്ക് യുനോ ഐ വാസ് റിയലി പുഷിങ് ഹാർഡ്. പ്രാക്ടീസ് ഡേയ്സൊന്നും ഇത്രയും ആവറേജ് സ്പീഡ് കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നല്ല ഹെഡ്വിൻഡ് ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ കുറച്ച് ഗ്രൂപ്പ്സിനെ വീണ്ടും കാണാൻ പറ്റി. പ്രോപ്പർ കൺട്രി ലൈൻസിലൂടെയാണ് ഇത് പോകുന്നത്. ലൈക്ക് ഒത്തിരി അഗ്രികൾച്ചർ ലാൻഡ് ഇല്ല. ബട്ട് ഓക്കെ, വെരി സീനിക്കാണ് റോഡ്സ്. എക്സ്പെഷ്യലി ട്രാഫിക്, അതായത് നല്ല ട്രാഫിക്കാണ് ഇവിടുത്തെ. ലൈക്ക് സൈക്ലിസ്റ്റ് നല്ല റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസി ആൻഡ് ഫൺ ടു റൈഡ്. സോ സെക്കൻഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ പോലീസുകാരൊക്കെ എന്താ പറയുന്നത്, സൈക്കിള് റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം അവിടെ. സോ മെസ്സേജിൻ്റെ രജിസ്ട്രേഷൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ വെരി നൈസ്. സോ ഇത് സെക്കൻഡ് കൺട്രോൾ പോയിൻ്റാണ്.
പ്രോപ്പർ ഫാമാണ് കേട്ടോ. നല്ല സൈക്കിൾസിൻ്റെ ഇവിടെ മാറി പശുക്കളൊക്കെ ഉണ്ട്. വെരി നൈസ്. ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പിള്ളേരെ അങ്ങോട്ട് ഒരു ദിവസം ടിക്കറ്റ് ഒക്കെ എടുത്തത് ഒരു എൻ്റർടൈൻമെൻറ്റ് അവർ ഫീഡ് ചെയ്യുന്നത് നല്ല പരിപാടിയാണ്. സോ ചെക്കൻ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വരാം എന്തായാലും. സോ 63 കിലോമീറ്റേഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുമായിരുന്നു. 4th കൺട്രോൾ പോയിൻ്റ് ഫിനിഷ് ചെയ്തു, ക്രോസ് ചെയ്തു. സ്റ്റിൽ ക്ലൈമറ്റ് ഈസ് ലൈക്ക് ഭയങ്കര ക്ലൗഡിയാണ്. ആൻഡ് ഇത്ര നല്ല ഹെഡ് വിൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സപ്പോർട്ടീവ് വിൻഡാണ്. സോ റൈഡ് ചെയ്യാൻ കുഴപ്പമില്ല. 2-3 ചിക്കൻ നഗറ്റ്സും ആൻഡ് ഒരു പ്രോട്ടീൻ ബാറൊക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ സംഭരിച്ചു. 76 കിലോമീറ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാ സൈക്ലിസ്റ്റും ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മോക്കയും പിന്നെ ഒരു ബ്രൗണിയും കഴിച്ചു. ഫുൾ എനർജറ്റിക്. ഇനി 77 ആയി. ഇനി ഉണ്ട് 107 കിലോമീറ്ററാണ് ഫിനിഷിംഗ് പോയിൻ്റ്. സോ ഇനിയും ഒത്തിരി കിലോമീറ്റേഴ്സ് പോകാൻ സംതിങ് 40 കിലോമീറ്റേഴ്സ് ഇനിയും റൈഡ് ചെയ്യാനുണ്ട്. സോ ഇന്ന് രാവിലെ റൈഡ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓൺ ടൈമിലാണ് ഇറങ്ങിയത് ആസ് പ്ലാൻഡ് പോലെ. സോ ഇവിടുന്ന് കാറിൽ പോകുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു റൈഡറിനെ കണ്ടു, ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള. ഞാൻ വിചാരിച്ചു നല്ല കോൾഡാണ്, ഫുള്ളി പാക്ഡാണ്. ചോദിച്ചു ഹെൽമെറ്റ് മാത്രമല്ലല്ലോ റൈഡറിന്, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നല്ലോ വിചാരിച്ചു. അന്നാണ് ഞാൻ ഓർത്ത്, ദൈവമേ ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ടില്ല. എന്തായാലും ആ റൈഡറെ കാണാൻ സാധിച്ച ഏറ്റവും നന്നായി. സോ അപ്പോൾ തന്നെ തിരിച്ചു വീട്ടിൽ പോയി ഹെൽമെറ്റ് എടുത്തോണ്ട് വന്നു. എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പാർക്കിംഗ് കിട്ടുമെന്നുള്ളതായിരുന്നു. ബിക്കോസ് ഓൾറെഡി അവർ എത്ര പാർട്ടിസിപ്പൻ്റ് ഉണ്ടായിരുന്നു ഡിസ്ക്ലോസ് ചെയ്തില്ല. പക്ഷേ മോർ ദാൻ 100 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷൻ. അവിടെ ചെല്ലുമ്പോൾ പാർക്കിംഗ് കിട്ടുമല്ലയോ. പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് മാറ്റി പാർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ സൈക്കിളായിട്ട് വന്ന് അത് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് ഒരുപാട് ടെൻഷനായിരിക്കുമല്ലോ. അതാണ് ടെൻഷൻ. എനിവേ എല്ലാം ഫൈനായിരുന്നു. പിന്നെ GPS ഇന്നലെ രാത്രി ഇത്ര 12:30-1 മണി വരെ ഇത് അപ്ഡേറ്റായി സെറ്റായത്. എൻ്റെ GPS ഗാർമിൻ്റെ എഡ്ജ് ടൂറിംഗ് ആണ്. സോ ബേസിക് മോഡലാണ്, ഒത്തിരി പഴയ മോഡലും കൂടിയാണ്. സോ ഡേ ബിഫോർ യെസ്റ്റർഡേ റൈഡ് ചെയ്തപ്പോൾ ഒത്തിരി പ്രാവശ്യം റൂട്ടിൽ പ്രശ്നം വന്നായിരുന്നു, എപ്പോഴും ഫെയിൽ ആവുമായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര ടെൻഷനായിരുന്നു. എനിവേ ഗോഡ് ഗ്രേസ് എല്ലാം സെറ്റാണ്. $20 kilometers more to go. 102 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് കൺട്രോൾ പോയിൻ്റ് വിത്തിൻ 200 meters ഉണ്ട്. ലാസ്റ്റ് കൺട്രോൾ പോയിൻറ്റിലേക്ക് എത്തുവാണ്. 107 കിലോമീറ്റർ അത് ഫിനിഷാവും. എന്തായാലും
നല്ല റൈഡായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതിൽ ഒത്തിരി റൈഡേഴ്സൊക്കെ വന്നു പോയി. എനിവേ ഫിനിഷ് ചെയ്തല്ലോ, അത് തന്നെ. ദാറ്റ്സ് ഇറ്റ്. The course is complete now. So by God grace, Charanwood in the spring 2024 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നല്ല ഫാന്റാസ്റ്റിക് റൈഡായിരുന്നു. നല്ല ലാൻഡ്സ്കേപ്പ്, വെദർ ഇറ്റ് വാസ് ഓക്കെ, വിൻഡി ഉണ്ടായിരുന്നു, ആൻഡ് ഇറ്റ് വാസ് ക്ലൗഡി. എനിവേ ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. Thank you for watching. Bye.